നമസ്കാരം. ഇന്നലെ മെയ് 14 വ്യാഴാഴ്ച ഇന്ത്യ ഒട്ടായുള്ള സൂര്യാരാധകരെ വളരെ നിരാശരാക്കിയൊരു ദിവസമായിരുന്നു. കാര്യം അവർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കറുപ്പ് എന്ന സിനിമ റിലീസാവേണ്ടിയിരുന്നത് ഇന്നലെയായിരുന്നു. പ്രൊഡ്യൂസേഴ്സും മറ്റുമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം കാരണം ആ സിനിമ ഇന്നലെ റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. പകരം ഇന്നാണ് അത് റിലീസായത്, വെള്ളിയാഴ്ച മെയ് 15. ഈ 24 മണിക്കൂറിനുള്ളിൽ ഒരു മനുഷ്യൻ്റെ രണ്ട് വികാരങ്ങളുടെ എക്സ്ട്രീം ലെവൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് മറ്റാരുടെയുമല്ല, ഈ സിനിമയുടെ സംവിധായകൻ RJ ബാലാജിയുടെ. ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ടൊക്കെ ഒരു ലൈവ് ഇടുന്നത് കാണുന്നത്. അത് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. ഇതിൻ്റെ റിലീസിങ് ഇത്ര ഡിലേ ആവുന്നതിനുള്ള വിഷമത്തെക്കുറിച്ചൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് അതേ ബാലാജിയെ ചെന്നൈയിലെ ഏതോ ഒരു തിയേറ്ററിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കൊച്ചുകുട്ടികളെ പോലെ ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് തൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു വീഡിയോയും കാണാനിടയായി. സത്യത്തിൽ ആദ്യത്തെ കാഴ്ച നമ്മളെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഇന്ന് കണ്ട കാഴ്ച തീർച്ചയായിട്ടും സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. കറുപ്പ് എന്ന സിനിമ തമിഴകം ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരുപാട് ഫ്ലോപ്പുകൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നടിപ്പിന് നായകൻ്റെ ഒരു തിരിച്ചുവരവാണിതെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. RJ ബാലാജി ഡയറക്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ മാത്രം സിനിമയാണത്. ആദ്യം ഈ സിനിമയുടെ സ്ക്രിപ്റ്റുമായി ചെന്നത് വിജയായിട്ടായിരുന്നു. വിജയ് എന്തോ കാരണം കൊണ്ട് ഈ സിനിമ ചെയ്യുന്നില്ല, അങ്ങനെയാണ് ഇത് സൂര്യയുടെ അടുത്തെത്തുന്നതും അങ്ങനെ സൂര്യ ചെയ്യാൻ തയ്യാറാവുന്നു എന്നുമൊക്കെയാണ് നമ്മൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ. ഇലക്ഷന് ശേഷം മാത്രമായിരിക്കും ഈ സിനിമ റിലീസ് ആവുക എന്ന് ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെയാണ് ഈ ഡേറ്റ് മെയ് 14 പറഞ്ഞതും ഒരു ക്ലാഷ് വന്ന് എന്തുകൊണ്ടും അത് അങ്ങനെ സംഭവിക്കായിരുന്നു. നമ്മളെല്ലാം പച്ച തമിഴൻ എന്ന് ട്രോളുന്ന RJ ബാലാജിയുടെ ഈ സിനിമയിൽ ഒരു പിടി മുഖ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളത്തിൽ നിന്നാണെന്നുള്ളതാണ് കൗതുകരമായ കാര്യം. കറുപ്പ് എന്ന പേര് കേൾക്കുമ്പോൾ സാധാരണ നമ്മൾ തമിഴ് സിനിമയിൽ കാണുന്ന പാരഞ്ജിത്ത്, പിന്നെ മാരി സെൽവരാജ് എന്നിങ്ങനെയുള്ള ഡയറക്ടർമാരുടെ കാസ്റ്റ് പൊളിറ്റിക്സ് അങ്ങനെ നമുക്ക് തോന്നാം ഈ കറുപ്പ് എന്ന സിനിമ പേര് കേൾക്കും. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ RJ ബാലാജിയുടെ സിഗ്നേച്ചർ ഉള്ള ഒരു സിനിമ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 2 പടങ്ങളിലും ഏത് തരത്തിലാണോ തൻ്റെ കഥയെ പറഞ്ഞു വന്നിരുന്നത് അതിനെ ഒരു സ്റ്റാർഡമുള്ള ഒരു നായകനെ കിട്ടുമ്പോൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഇത് തീർത്തും കാലിക പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മലയാളത്തിൽ നിന്ന് നമ്മളെല്ലാം കളിയാക്കുന്ന ഒരു കാര്യമാണ് RJ ബാലാജിയെ പച്ച തമിഴൻ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന് സൗത്ത് ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെല്ലാം പുച്ഛമാണ്. തമിഴാണ് ഏറ്റവും ബെസ്റ്റ്, തമിഴാണ് ഏറ്റവും ബെറ്റർ എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് RJ ബാലാജി എന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ മലയാളികൾക്ക്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ മൂന്നാമത്തെ സിനിമയിൽ, അതും ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു പിടി താരങ്ങൾ മലയാളത്തിൽ നിന്നാണ്. പ്രധാന കഥാപാത്രമാണ് അവരെല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ദ്രൻസ് ഉണ്ട്, ശിവതയുണ്ട്, അനഘയുണ്ട്, ഒരു സീനിൽ മാത്രം വന്നു പോകുന്ന അജു വർഗീസ് വരെയുണ്ട്. എനിക്കൊന്നും അജു വർഗീസിൻ്റെ മറ്റ് സിനിമകൾ ചിലപ്പോൾ സിനിമയുടെ ദൈർഘ്യം മൂലം കട്ട് ചെയ്യപ്പെട്ടതാവാം. എന്ത് തന്നെയാണെങ്കിലും സിനിമയുടെ ആദ്യ പകുതി ഉടനീളമുള്ളത് നമ്മളുടെ പ്രിയപ്പെട്ട ഇന്ദ്രൻസ് ചേട്ടൻ തന്നെയാണ്. ഒരു പ്രൊമോ ഷോയിൽ സൂര്യ പറയുകയുണ്ടായി ഇന്ദ്രൻസിൻ്റെ അഭിനയം എല്ലാം കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയെന്ന്. സത്യത്തിൽ നമുക്കിത് അത്ഭുതമല്ല. കാര്യം നമ്മൾ ഒരു 5 വർഷം മുമ്പുള്ള ഇന്ദ്രൻസിനേക്കാളും എത്രയോ ബെറ്ററായ ഒരു ഇന്ദ്രൻസിനാണ് നമ്മൾ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്നും തിയേറ്ററിൽ ഇന്ദ്രൻസിൻ്റെ അഭിനയം എന്ന് പറയുന്നത് ഒരു അത്ഭുതമായി തോന്നിയില്ല. അത് സ്വാഭാവികമായിട്ടും അത്രയും കാലിബറുള്ള ഒരു നടൻ ചെയ്യേണ്ടെന്ന പ്രകടനം തന്നെയാണ് അദ്ദേഹം ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അനഘയാണ് നന്നായി ചെയ്തിട്ടുണ്ട്. അനഘയ്ക്കുള്ള കഥാപാത്രം, ശിവതയ്ക്കും ഒരു പ്രാധാന്യമുള്ള കഥാപാത്രം തന്നെയാണുള്ളത്. അവരും അത് വൃത്തിയായി ചെയ്തിട്ടുണ്ട്. അജു ഒരൊറ്റ സീനിൽ മാത്രമേ വന്നു പോകുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ ദൈർഘ്യം കൊണ്ട് കട്ട് ചെയ്യപ്പെട്ടതാണ്. ഇതുകൂടാതെ സിനിമയുടെ നായിക തൃഷയാണ്. തൃഷ കാലം കഴിയുന്തോറും കൂടുതൽ സുന്ദരിയായിട്ട് വരുന്ന ഒരു പ്രതിഭാസമാണ്. തൃഷയുടെ ആദ്യ സിനിമ എനിക്ക് തോന്നുന്നു മൗനം പേസിയതേക്കാണെന്ന് തോന്നുന്നു. അതും സൂര്യയുടെ കൂടെ തന്നെ ആയിരുന്നു. സിനിമയിൽ ഒരു നായിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം നമ്മളെപ്പോഴും നായകൻ്റെ ജോഡിയാണ് നായിക എന്ന് പറയുക. അത്തരത്തിലുള്ള കഥാപാത്രമല്ല. എന്നാൽ ആദ്യം തൊട്ട് അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന, കഥയിൽ പ്രധാന വഴിത്തിരിവെല്ലാം ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് തൃഷയും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. സംവിധായകൻ തന്നെയാണ് പ്രതിനായക വേഷവും ചെയ്യുന്നത് എന്നുള്ളതാണ് സിനിമയുടെ മറ്റു പ്രത്യേകത. RJ ബാലാജി ഈ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ തുടക്കത്തിൽ നമുക്കിത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ എന്ന് തോന്നിപ്പിക്കാമെങ്കിലും ഇതുവരെ കണ്ട ഒരു RJ ബാലാജി അല്ല താനെന്ന് അദ്ദേഹം തുടർന്നുള്ള തൻ്റെ പ്രകടനത്തിലൂടെ തെളിയിക്കുന്നുണ്ട്. ഇനി സിനിമയൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഇതിൻ്റെ കഥ പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു എലമെന്റ് പറഞ്ഞിട്ടോ ഞാൻ ഈ സിനിമയുടെ സസ്പെൻസ് വിളിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് കാണാൻ ഉറപ്പായിട്ടും ഈ സിനിമ തിയേറ്ററിൽ ഭയങ്കര ഹിറ്റാവും. കാര്യം അത്തരത്തിലുള്ള വരവേൽപ്പാണ് ഇന്ന് ഞാൻ കണ്ട ആദ്യ ഷോയിൽ തന്നെ തിയേറ്ററിൽ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം വന്ന് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്ന റിവ്യൂസ്, റിപ്പോർട്ട്സ് എല്ലാം വളരെ പോസിറ്റീവായിട്ടാണ്.
പക്ഷേ പേഴ്സണലി എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിനിമയിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് കാലം തള്ളിക്കളയേണ്ടുന്ന ഒരു കാര്യം കൊണ്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഇതിൽ ഐറണി. അത് എല്ലാവർക്കും അങ്ങനെ ആവുമോ എന്ന് എനിക്കറിയില്ല. അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവാം. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻ്റായിട്ട് കൊടുക്കുക. ഒറ്റവാക്കിൽ ഞാൻ ഈ സിനിമ അവലോകനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു തവണ തിയേറ്ററിൽ പോയിരുന്ന് കാണാം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഫിലിം തന്നെയാണ്. ഒരു തവണ തിയേറ്ററിൽ പോയിരുന്നിട്ട് കാണാം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഉറപ്പായിട്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയേക്കാം. ഇത് നാളെ മറ്റ് തലങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെട്ടേക്കാം. ചിലപ്പോൾ സൂര്യയുടെ കരിയറിലെ ഈ അടുത്ത കാലത്ത് തന്നെ ഏറ്റവും വലിയ ഹിറ്റോ അല്ലെങ്കിൽ തമിഴ് സിനിമാ ലോകത്ത് തന്നെ ഒരു വലിയ ഹിറ്റോ 3 അക്കം കിടക്കാവുന്ന ഒരു തിയേറ്റർ കളക്ഷനൊക്കെ നേടുന്നൊരു സിനിമയൊക്കെ ആയി മാറിയേക്കാം. പക്ഷേ നമ്മളുടെ വ്യക്തിപരമായ അഭിപ്രായം എപ്പോഴും അവിടെ മാറി നിൽക്കും. അതങ്ങനെ തന്നെയാണ്. എനിക്ക് വല്ലാതെ അങ്ങോട്ട് കണക്റ്റായില്ല, അല്ലെങ്കിൽ എന്നിലെ പ്രേക്ഷകനെ അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തിപ്പെടുത്താൻ കഴിയാഞ്ഞൊരു സിനിമയാണ് കറുപ്പ് എന്ന സിനിമ. ഈ സിനിമ വേണമെങ്കിൽ ഒരു ഫാൻറ്റസി ഡ്രാമ അല്ലെങ്കിൽ ഒരു കോർട്ട് റൂം ആക്ഷൻ ഡ്രാമ ഏതൊരു ഓണറിൽ വേണമെങ്കിൽ നമുക്ക് ഈ സിനിമ ഉൾപ്പെടുത്താം. അങ്ങനെ ഒരു പ്രത്യേക ചട്ടക്കൂടിൽ നിൽക്കുന്ന ഒരു സിനിമയല്ല. കാര്യം ഈ പറയുന്ന രണ്ടും ഫാൻറ്റസി ആണെങ്കിൽ അതല്ല, കോർട്ട് റൂം ഡ്രാമയാണെങ്കിൽ അത്തരത്തിലുള്ള രണ്ടും ഈ സിനിമയിൽ ആദ്യഭാഗത്തും രണ്ടാം ഭാഗത്തിലേക്കൊക്കെ വന്നു പോകുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ കാലം തള്ളിക്കളയേണ്ടുന്ന ഒരു വിഷയം കൊണ്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ് ഈ പടത്തിൽ ഞാൻ കണ്ട ഏറ്റവും പ്രധാന പോരായ്മ. ഇത്രയുമൊക്കെയാണ് കറുപ്പ് എന്ന സിനിമയുടെ വിശേഷങ്ങൾ. വീണ്ടും ഒരു പുതിയ സിനിമയുടെ വിശേഷമായി വരുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.